സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റിൽ PSC നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ പറയുന്ന ഒരു പോസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, ഇക്വലൻ്റ് വൈസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മിക്ക കാൻഡിഡേറ്റ്സിലും വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ലിയറൻസും പിന്നെ നമുക്ക് സിലബസും കറക്റ്റായിട്ട് നോക്കാം. സിലബസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, ഏത് സിലബസ് ബേസ്ഡ് എന്തൊക്കെ ആയിരിക്കാം വരുന്നത്, സിലബസ് ത്രൂ നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോകാം. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ മീൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എത്ര മാർക്സ് ആയിരിക്കും വരുന്നത്, ഓരോ മൊഡ്യൂളിൽ വൈസ് എത്ര നമുക്ക് മാർക്സ് ആയിരിക്കും, അതുപോലെ എത്ര നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ നടന്ന എക്സാമിൻ്റെയൊക്കെ കട്ട് ഓഫും അതിൽ നമുക്ക് എത്രത്തോളം അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പം എക്സാം ഞാൻ മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കൊരു 7 മാസമൊക്കെ ഇനിയും എന്തായാലും ഉള്ളൂ. കാരണം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നുള്ള 3 മാസം വെച്ചിട്ടാണ് എക്സാം ഡേറ്റ് അവർ PSC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ PSC എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് എക്സാം ഡേറ്റ് വരുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ അവർ ആദ്യമേ പറയില്ല. പക്ഷേ ഇപ്പോഴുള്ള PSCയിലുള്ള എല്ലാ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും എപ്പോഴായിരിക്കും ഏകദേശം ഏതൊരു മാസമായിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ എന്ത് വന്നിരുന്നാലും എക്സാം നടത്തിയിരിക്കും. അതിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെങ്കിലും എക്സാം നടത്തിയിരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് വെച്ചാൽ ഈ 3 മാസം കൊണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്ര നാളാണ് അല്ലെങ്കിൽ ഓഗസ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും നമുക്ക് ഇവിടെ 7 മാസത്തോളം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത്രയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പോഴേ നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതിലൊരു പോസ്റ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിലൊന്ന് കയറി പറ്റാനായിട്ട് സാധിക്കും. റാങ്ക് ലിസ്റ്റ് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും ആദ്യമേ പോസ്റ്റിലോട്ട് നമുക്ക് ജോലി കിട്ടുന്നത്. പക്ഷെ ഇത് ബാക്കിയുള്ള കിട്ടില്ല എന്നുള്ളതല്ല, അവർക്കും എന്ത് ചെയ്യുന്നു മുന്നോട്ട് ഇനി മുൻ വർഷങ്ങളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് 3 വർഷത്തോളം അതിന് വാലിഡിറ്റി ഉള്ളതായിരിക്കും. ഈ 3 വർഷത്തിനകത്ത് എപ്പോഴായിരുന്നാലും കയറാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് വിട്ട് കളയരുത്. വേക്കൻസി കുറവാണെന്ന് കരുതി നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കളയരുത്. മിക്ക കാൻഡിഡേറ്റ്സിൻ്റെയും ഒരു ഇതെന്ന് പറയുന്നത് വേക്കൻസി ഇത്രയിലുള്ളൂ, അപ്പോൾ എന്തായാലും അത്രയും വേക്കൻസീസിലുള്ളവർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് വേണ്ട. കാരണം വേക്കൻസി കുറഞ്ഞിരുന്നാലും ഇപ്പോൾ 100 വേക്കൻസി ആയിരുന്നാലും 500ഓളം പേർക്ക് അഡ്വൈസ് മെമ്മോ പോകും. അതുകൊണ്ടാണ് ഇപ്പോഴേ ആ ഒരു പ്രിപ്പറേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നതും. ആൻഡ് ഓൾസോ ഞാനിപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ സിലബസും എക്സാം പാറ്റേൺസ് അതിൻ്റെ പോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ഇതിനകത്തിടുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് കമൻസിൽ കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അതിന് ക്ലിയർ ചെയ്ത് തരാം. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഇപ്പോൾ ഈ പറയുന്ന ഇതിനൊക്കെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 ബാച്ചായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞ കാൻഡിഡേറ്റിൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു സംശയം എന്താണ്, ഈ പറയുന്ന പോലെ എലിജിബിലിറ്റി ആയിരിക്കുമോ, ഞാനിപ്പോൾ ഈ ഒരു എക്സാമിന് എലിജിബിലിറ്റി ആണോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവരുടെയും ഡൗട്ട് വന്നിരിക്കുന്നതാണ്, സംശയം അതാണ്. ഞാനിപ്പോൾ ഈ ഒരു പറയുന്ന ഇതിൽ കൊടുത്തിരിക്കുന്ന ഇക്വലൻ്റ് വൈസ് ആയിട്ടെങ്കിലും ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആണോ എന്നുള്ള സംശയം എല്ലാ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. മിക്ക കാൻഡിഡേറ്റ്സും അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഫെബ്രുവരി 4 വരെ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമുള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അതിൽ വരുന്ന ഏജ് ക്രൈറ്റീരിയ നമുക്ക് നോർമലി 18 to 36 വരെയാണ് നമ്മുടെ ഈ പറയുന്ന ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ വന്ന ഈ പറയുന്ന ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ
അവർ വെച്ചിരുന്ന നമ്മുടെ ഏജ് ക്രൈറ്റീരിയ 19 ആയിരുന്നു. 19 to 36 വയസ്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അവരത് ഒരു വർഷവും കൂടെ നമുക്ക് ഒരു 18 വയസ്സുള്ള ആൾക്കാർക്ക് തന്നെ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്, PSC നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ പറയുന്ന പോലെ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ BTech കഴിഞ്ഞവർക്കായിരുന്നാലും ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ITI കഴിഞ്ഞവർക്കൊക്കെ, ഈ പറയുന്ന മെക്കും ഇലക്ട്രിക്കലും കഴിഞ്ഞവർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പം അതുപോലെ ഈ ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ചിലരുടെ ഡൗട്ട് ഈ ITI കഴിഞ്ഞവരുണ്ടാവും, അതുപോലെ ഈ പല കോഴ്സസും ഉണ്ടാവും, പല കോഴ്സസ് ചെയ്തവരായിരിക്കും. പക്ഷേ അതിനകത്ത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ കാൻഡിഡേറ്റ് എലിജിബിലിറ്റിയുടെ ഒരു സെക്ഷൻ നമുക്കിന്ന് അതൊന്ന് നോക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ പ്രീവിയസ് എക്സാം ഹൈലൈറ്റ് ആണ് നോക്കുന്നത്. നമുക്ക് മുന്നേ ഉണ്ടായ എക്സാമിൽ, കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള എക്സാമിൻ്റെ ഓപ്പറേറ്ററിൻ്റെ എക്സാമിലുള്ള എന്താണ് അതിൽ വന്ന കട്ട് ഓഫ്, അതുപോലെ റാങ്കിങ് ട്രെൻഡ്, എത്രത്തോളം റാങ്ക് ലിസ്റ്റിലോട്ട് ആൾക്കാർ കയറിയിട്ടുണ്ടെന്നുള്ളത്, അതുപോലെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, അവർക്ക് എത്രത്തോളം മാർക്കുള്ളവരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനും മനസ്സിലാക്കുന്ന രീതിക്ക് തന്നെ വീഡിയോ ചെയ്തു പോകാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ സിലബസ് വെച്ച് തന്നെ നോക്കണം. സിലബസ് ഒക്കെ പണ്ടത്തേക്ക് ആണെങ്കിൽ നമുക്ക് സിലബസ് തന്നിരുന്നാൽ പോലും സിലബസിന് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞേക്കാം. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ അവർ എക്സാമിന് ശേഷം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എല്ലാവരും കവർ ചെയ്ത് പോകണം. മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഡിഫറെൻറ്റ് പലതരത്തിലുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പം ആ ഒരു തിയറി അല്ലെങ്കിൽ അതിൻ്റെ തിയറി മനസ്സിലാക്കിയിട്ട് ബേസിസിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ആൻഡ് അതുപോലെ ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് മാക്സിമം ആ സിലബസ് കവർ ചെയ്യുന്ന രീതിക്ക് ഡെപ്തായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പോൾ സബ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പോലും ആ സബ് ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്ത് തന്നെ പോകണം. കാരണം അത് ചിലപ്പോൾ സബ് ടോപ്പിക്സ് എന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സിലബസ് കവർ ചെയ്യുന്ന രീതിക്കും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വാല്യൂട്ട് ചെയ്ത് അത് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ പോകണം. ആൻഡ് ഓൾസോ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇനിയും ടൈം നമുക്കിപ്പോൾ പറഞ്ഞ പോലെ 7 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മളിപ്പം എക്സാം എഴുതുന്നത് OMR ഷീറ്റ് ലൈക്ക് അതുപോലത്തെ പാറ്റേണിലായിരിക്കും നമ്മളെല്ലാവരും എക്സാം എഴുതുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന OMR ഷീറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് OMR ഷീറ്റിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത്, ഇപ്പോൾ നമുക്ക് ഉള്ളത് എന്തായാലും 1.5 മണിക്കൂറാണെന്നൊക്കെ നമ്മുടെ സമയം വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ടൈമിനകത്ത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് OMR ഷീറ്റിൽ തന്നെ നിങ്ങൾ ബബിൾ ചെയ്ത് അത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. കാരണം അപ്പം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റും എല്ലാം പ്രോപ്പറായിട്ട് പോകാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഓരോ സെക്ഷൻസിന്, അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ വൈസ് കാണുമല്ലോ, ഓരോ സെക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ പറയുന്ന പോലെ ഓരോ സെക്ഷൻസിന് ഇത്ര ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ ഒരു പാറ്റേൺ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ടൈം കവറേജ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായി നമ്മൾ വായിച്ചായിരിക്കില്ല ചിലപ്പോൾ ആൻസർ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ടൈം മാനേജ്മെൻറ്റ് കാരണം നിങ്ങളത് ഡ്രോപ്പ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന രീതിക്ക് വ്യക്തമായി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം, ഓപ്ഷൻസും അതുപോലെ തന്നെ വായിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാമിന് നമുക്ക് നെഗറ്റീവ് മാർക്കും ഉള്ളതാണ്. 1/3 കട്ട് ഓഫ് വരും. അതുകൊണ്ട് തന്നെ ഓരോ തെറ്റുത്തരത്തിൽ നമുക്ക് 1/3 വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തരും, നമ്മൾക്ക് കിട്ടും അല്ലേ. 4 ഓപ്ഷൻസിൽ നിങ്ങൾക്കിപ്പോൾ 4 എണ്ണവും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിലേതാണെന്ന് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യാൻ പോകരുത്. കാരണം എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരും. അതുകൊണ്ടാണ്, കാരണം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതുകൊണ്ട് കൂടെ എന്താണ് യൂസ്ഫുൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യരുത്. അറിയില്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, ഷുവറാണ്, ഒട്ടുമേ അറിയില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. നമ്മൾ പറയുന്ന പോലെ കറക്കി കുത്തൽ
കൂടുതൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം നെഗറ്റീവ് മാർക്സ് അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടി വരത്തേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്കിപ്പോൾ 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസിൽ ഏകദേശമൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാം ആ 3 ഓപ്ഷൻസിൽ ഏതൊരെണ്ണം ആണ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടും, ഇത് ഏതായിരിക്കും ആൻസർ എന്നുള്ളത് ചിലപ്പോൾ ഓർമ്മ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ടൈപ്പ് ആ ഒരു രീതിക്ക് നിങ്ങൾ കറക്കിക്കുത്തൽ മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കറക്കിക്കുത്തൽ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. കാരണം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ്സ് നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എക്സാം പാറ്റേൺസും അതുപോലെ ട്രെൻഡ്സ് ഒക്കെയാണ്. കാരണം നമ്മൾ റിപ്പീറ്റിംഗ് ടോപ്പിക്സ് നമുക്ക് വരും. കാരണം കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് കാരണം നമുക്കിപ്പോൾ ഒരു 7-8 സിലബസോളം ഉണ്ട്, മൊഡ്യൂൾസ് ഉണ്ട്, സിലബസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം 2-3 എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. കാര്യം കഴിഞ്ഞ എക്സാമിൽ തന്നെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് സെക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. കാരണം അതിൽ നിന്നും എന്ത് വന്നിരുന്നാലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സെക്ഷൻ എടുത്തു, ആ സെക്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു 6-7 ക്വസ്റ്റ്യൻസ്, അത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണെങ്കിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ഓരോ സിലബസിനകത്ത് നമുക്ക് ഇത്ര മാർക്സ് എന്നിട്ടായിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണെങ്കിൽ ഒരു 15 മാർക്ക്, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണെങ്കിൽ 5 മാർക്ക്, ഈ രീതിക്കായിരിക്കും പോവുക. അപ്പോൾ 15 മാർക്ക് നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് എന്തായിരുന്നാലും അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഒരു 7-8 ക്വസ്റ്റ്യൻസ് എന്ത് വന്നിട്ടാലും ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. പ്രീവിയസ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി അതുപോലെ ചോദിക്കില്ല, ഇൻഡയറക്റ്റ്ലി ആയിരിക്കും ചോദിക്കുക. ഇൻഡയറക്റ്റ്ലി എന്ന് വെച്ചാൽ സിലബസിൻ്റെ ഔട്ട് ഓഫ് സിലബസ് എന്നല്ല ഉദ്ദേശിച്ചത്, കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചോദിക്കണം എന്നില്ല. പക്ഷേ എന്താണ് ആ ഒരു നമ്മുടെ തിയറി മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. ഇനി പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ലൈൻ ആയിട്ടുള്ള സിലബസ് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു സിലബസ് അതുപോലെ PSCയുടെ ഒരു റീസെൻറ്റ് ട്രെൻഡ്സ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ സബ്ജക്റ്റ് വൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം ഇപ്പം ഫസ്റ്റ് ഒരു സിലബസ് എടുത്തു, ആ സിലബസിൽ നിന്നുമുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും കാണും. അപ്പോൾ അത് കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ബാക്കിയുള്ള സെക്ഷൻസ് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. നല്ല വ്യക്തമായി പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കട്ട് ഓഫ് എന്തായാലും വെക്കും. നിങ്ങളുടെ എയിം എപ്പോഴും ഒരു 80 മാർക്സ് എന്നുള്ള പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ 80 മാർക്സ് ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലെങ്കിൽ നിങ്ങൾക്കൊരു 60-70% നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടിയിരിക്കും. ആ ഒരു മാർക്ക് കിട്ടിയിരിക്കും, 60 to 70% നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളുടെ ആ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കട്ട് ഓഫ് മാർക്കിനനുസരിച്ചായിരിക്കും വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം എന്ത് ചെയ്യണം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മാക്സിമം പോർഷൻസ് ആ ഒരു പറയുന്ന സിലബസിലുള്ള എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് വേണം, ചെയ്തു പോകണം, പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോലെ 7 മാസമേ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള ടൈമും ഉള്ളൂ. അപ്പം അതുപോലെ മാക്സിമം കവർ ചെയ്യുന്ന സെക്ഷൻസ് ഒക്കെ നോക്കാം. ഇനി അടുത്ത പറഞ്ഞ കാൻഡിഡേറ്റിൻ്റെ എലിജിബിലിറ്റി ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മൾ മുമ്പേ ആപ്ലിക്കേഷൻ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ ഒരു ഇതിൻ്റെ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഏജ് ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാറ്റഗറി നമ്പർ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ വന്നേക്കുന്ന കാറ്റഗറിയുടെ നമ്പർ എന്ന് വെച്ചാൽ 735/2025 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്ററാണ്, കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ്. അതിൻ്റെ നമ്മുടെ സ്കെയിൽ തന്നെ കണ്ടോ 27,200 തൊട്ട് 73,600 വരെയാണ് നമ്മുടെ സ്കെയിൽ കിട്ടുന്നത്. ബേസിക് പേ നമുക്ക് ഇത്രയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം കൂടെ ആഡായി വരുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് എന്തായാലും നമുക്ക് സാലറി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റിസിപ്പേറ്റ് വേക്കൻസീസ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് വേക്കൻസി ഇപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഒരു 500-600ഓളം പേർക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിൽ ഇപ്പോഴും ബാക്കി ആൾക്കാർ ചിലപ്പോൾ വേക്കൻസീസിൽ ഇനിയും ജോലിക്ക് കയറാനായിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കയറാനായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് കാണും. അപ്പോൾ അവരുടേത് പോയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഈ എക്സാം വരുന്ന റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ബാക്കിയും കൂടെ കവർ ചെയ്ത് പോകുന്നു. ഈ രീതിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റിങ്ങും അതുപോലെ ജോലി കിട്ടി പോകുന്നവരുടെയും കാര്യം ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഏജ് ക്രൈറ്റീരിയ പറയുമ്പോഴത്തേക്കും 18 തൊട്ട് 36 വരെയാണ് വരുന്നത്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 തൊട്ട് 1/1/2007 വരെ ജനിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ മാത്രമേ എക്സാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മുമ്പത്തെ പോലെ തന്നെയാണ് നമ്മുടെ നോർമൽ ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സിനും എന്തുണ്ട് എലിജിബിലിറ്റി കാൻഡിഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത പറയുന്നതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും SSLC പാസ് ആയിരിക്കണം, എക്സാം SSLC പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ
ഉണ്ടായിരിക്കണം. അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ NTC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പം NTC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് നമ്മുടെ എന്ത് വന്നാലും നമ്മൾ 2 വർഷത്തെ കോഴ്സ് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന കോഴ്സ് കംപ്ലീറ്റ് ആയ എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ MMB എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ MMB IT MMB കഴിഞ്ഞവരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഡൗട്ട് വരും ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി തന്നെ നമുക്കത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ അവരെടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈക്വൽ വൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈക്വൽ വൈസ് നമ്മൾ കൊടുത്തിരുന്നാൽ പോലും അതിൻ്റെ ഇപ്പോൾ വെരിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രൂഫായിട്ട് നമ്മൾ കാണിച്ചിരുന്നാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ആയിരിക്കണം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ 2 വർഷത്തെ കോഴ്സിനൊക്കെ ശേഷം. അപ്പോൾ ഒന്നുകിൽ അത് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ ഈ ബിടെക് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, ബിടെക്കിൽ നമ്മുടെ മെക്ക അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കൊക്കെ ഈ പറയുന്ന പോസ്റ്റിൽ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഇതുപോലത്തെ ഒരു വേക്കൻസീസ് ഒക്കെ വരുന്നത് ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ 2026 ഒരുപാട് വേക്കൻസീസ് ITIക്കും ഡിപ്ലോമയ്ക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ITI ഡിപ്ലോമ കഴിഞ്ഞ എല്ലാ കാൻഡിഡേറ്റ്സും മാക്സിമം ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്കതുപോലെ നമുക്ക് നമ്മുടെ ലൈവ് സെക്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻസ് ഇല്ല, ബട്ട് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് മാക്സിമം എല്ലാവരും ഈ പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ പ്രീവിയസ് എക്സാമിൻ്റെ ഇൻസൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ലേണിംഗ് ഹിസ്റ്ററി പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള എക്സാമിൻ്റെ കട്ട് ഓഫും അതുപോലെ ഹയസ്റ്റ് മാർക്കും അതുപോലെ അഡ്വൈസ് മെമ്മോ എത്രത്തോളം പോയിട്ടുണ്ടെന്നും ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നതാണ് 44.67 ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് 82.33 അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്ന 566 പേർക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, 566 പേർക്ക് ജോലി കിട്ടി എന്നുള്ളതല്ല, 566 പേർക്ക് അഡ്വൈസ് മെമ്മോ പോയി. റാങ്ക് ലിസ്റ്റിൽ നിന്ന് വന്ന് ഇത്രയും പേർക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഇനി എന്താണ്, ഇപ്പം എന്തായിരുന്നാലും കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്ന കാര്യമല്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലിക്ക് കയറിയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. ഇനി അടുത്ത വരുന്നത് ദ മാർക്കിംഗ് സ്കീം ടിപ്പിക്കലി ഫോളോസ് നെഗറ്റീവ് മാർക്ക്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്ക് എന്ത് വന്നാലും വരും, 1/3 മാർക്കാണ് വരുന്നത്. സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് തന്നെ റീഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ മാത്രമേ, നിങ്ങൾ അതിന് കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ എനി ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൗട്ടാണ് അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ മാക്സിമം അതെന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. അത് വേണ്ട, അത് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ഈ പറഞ്ഞ ഒരു ഇപ്പം 44.64 വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു 55 മാർക്കിന് മുകളിൽ കയറിയിട്ടുള്ള എല്ലാവരും തന്നെ 55 മാർക്കിന് മുകളിൽ കയറിയിട്ടുള്ള എല്ലാവരും തന്നെ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 80 മാർക്സ് ആയിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 60 to 70% എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം പാസ്സായി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അത് ഇടം നേടാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വന്നിരുന്നാലും എപ്പോഴായാലും നിങ്ങൾ എന്തായാലും വിളിച്ചിരിക്കും. ജോബ് ഉറപ്പ് തന്നെയാണ്. നമ്മൾക്കത് വിളിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് വന്നാലും അത് വിളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോഴേ അതിനുള്ള ഈ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ നല്ല പ്രോബബിലിറ്റി തന്നെ നിങ്ങളത് നമ്മുടെ ചാൻസസ് കൂട്ടാനായിട്ടുള്ള സാധ്യതകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടുകയും ചെയ്യും. ആ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. 2026 കഴിഞ്ഞ മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഏകദേശം ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരുടെ മൈൻഡ് സെറ്റിലും നല്ലൊരു മാക്സിമം മാർക്ക് തന്നെ നമ്മുടെ ഈ പറയുന്ന ഹയസ്റ്റ് മാർക്ക് ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടത്. എങ്കിലും നമുക്ക് 60 to 70% എങ്കിലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. അതിൻ്റെ പാറ്റേൺ ഒക്കെ എങ്ങനെ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി ലെവലും വരാം. നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിഫിക്കൽട്ടി, നമ്മുടെ നല്ല ടഫ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വരാം. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ആയിരിക്കും വരും. ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ചാൻസ് കുറവായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കാണും. ഓരോ മൊഡ്യൂളിലും ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കാണും. ആ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം നമുക്ക് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നു. അപ്പോൾ അതേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അതിൽ നിന്ന് ഒരു 7-8 ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഡയറക്റ്റ് ഇപ്പോൾ വാട്ട് ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞു, ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മാക്സിമം സിലബസ് എല്ലാം കവർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഒരു 7 months മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മുടെ പ്രിൻ്റ് ഔട്ടോ PDF എങ്ങനെയായിരുന്നാലും എടുത്ത് മുന്നേ വെച്ചിട്ട് ഒരു OMR ഷീറ്റിൽ നിങ്ങൾ എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ എക്സാമിന് എങ്ങനെ എഴുതുന്നു അതുപോലെ ഒരു OMR ഷീറ്റിൽ തന്നെ നിങ്ങൾക്ക് അപ്പം ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ അതുപോലെ കൊണ്ടുപോകണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ഒരു ടൈമിൽ അവരിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി അടുത്ത വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാനിപ്പോൾ പറഞ്ഞ പോലെ 75 to 80% വരെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വാട്ട് ഇസ് എന്ന് പറഞ്ഞായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് റൈറ്റ് ആണോ, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ അതും എന്ത് തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എന്താണ് നമുക്കത് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിലബസിലുള്ള ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എങ്ങനെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന പോലെ 75 to 80% വരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. അതുപോലെ ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ആക്ച്വൽ നോളജ് ആ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത വരുന്ന അതല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 20 to 25% എന്തായിരിക്കും, ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആയിരിക്കും ബാക്കി പെർസെൻറ്റേജിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ സെക്ഷൻസും എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ പഠിച്ചു പോവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റൻസും മാക്സിമം അറിയാവുന്ന എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഒരു 5 to നമ്മുടെ ഈ പറഞ്ഞ 5 to 10% ക്വസ്റ്റൻസ് നമുക്ക് ന്യൂമറിക്കലി ബേസ്ഡ് ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. കാരണം എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത് ഒരു പവറിൻ്റെ ഒരു എന്താണ് നമുക്കിപ്പോൾ ഒരു പവർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ പവർ കണ്ടുപിടിക്കാൻ പറയുകയാണ്. ചിലപ്പോൾ അത് ഡയറക്റ്റ്ലി ആ പവറിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തില്ലായിരിക്കും. വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറഞ്ഞ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5 to 10% വരെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. പിന്നെ പറയുന്നത് നമുക്ക് 90 to 95% വരെ എന്താണ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ബാക്കിയുള്ളതൊക്കെ തിയറി ബേസ്ഡ് ഞാൻ ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അധികം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, എല്ലാവരും ഈ പറഞ്ഞ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് മാത്രമേ ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓപ്ഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായി ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ. വെറുതെ എന്താണ് ജസ്റ്റ് ഒരു എന്താ പറയുക കറക്കിക്കുത്തുന്ന രീതിക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇനിയും നമുക്ക് ടൈമുണ്ട്. നമ്മുടെ ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തന്നെ ഈ പറയുന്ന എക്സാം നിങ്ങൾക്ക് പാസ്സാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പായിട്ട് നോക്കുന്ന ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റിൽ പറയുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ടൈം നമ്മുടെ ഇപ്പം എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസും കാണും, കാൽക്കുലേഷൻ ടൈം ക്വസ്റ്റൻസും കാണും. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം അതിൻ്റെ ഇക്വേഷൻ ആലോചിച്ചെടുത്ത് ഈ പറഞ്ഞ ഓരോ വാല്യൂസും കണ്ടുപിടിച്ച് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ആയിരിക്കില്ല, ഒരു 3-4 ഇക്വേഷൻസ് ത്രൂ ആയിരിക്കും നമുക്ക് ഫൈനൽ ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഉൾപ്പെടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ ചിലപ്പോൾ ഒരു 5 to 10% വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആദ്യമേ അതിൽ കയറി നിൽക്കാതെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തിയറി ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ അറിയാവുന്നതെല്ലാം എന്താണ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും വരിക തിയറി സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ന്യൂമറിക്കൽ സെക്ഷനിലോട്ട് പോവാം. എന്നിട്ട് അത് ഫുള്ള് കവർ ചെയ്തിട്ട് ബാക്കി ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി ചിലപ്പോൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ എക്സാം നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. വിത്തൗട്ട് എന്താണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി സിലബസ് കവർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 85 to 90% വരെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ബാക്കിയുള്ള 10 to 15% എന്തായിരിക്കും നമ്മുടെ ഈ പറയുന്ന പോലെ എന്തായിരിക്കും, ചിലപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിരിക്കും വരിക, ചിലപ്പം ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും വരിക. ഔട്ട് ഓഫ് സിലബസ് ഉദ്ദേശിച്ച് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ആ ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ സിലബസിനകത്തുള്ള ഒരു സബ് ടോപ്പിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷൻ ആയിരിക്കും അത്, പക്ഷേ സിലബസിൽ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെക്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 10 to 15% വരെ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന നമ്മുടെ സിലബസിൽ എടുത്തു പറയാത്ത ചിലപ്പോൾ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന മിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടല്ലേ എന്തായാലും പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാം മാക്സിമം എന്ത് ചെയ്യണം, കവർ ചെയ്യണം. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഓരോ സിലബസ് വൈസ് നിങ്ങൾ ആ ഒരു തിയറി ബേസ്ഡ് ആയിരുന്നാലും കാൽക്കുലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും എല്ലാം ഫസ്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു എക്സാം ടൈമൊക്കെ എടുക്കുമ്പോൾ ഒരു 1 month ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ OMR ഷീറ്റിൽ എടുത്ത് വെച്ച് നിങ്ങൾക്ക് 1 by 1 ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാം, അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. മീൻസ് നമുക്ക് ആ ഒരു പാറ്റേൺ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 82 നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 80 to 20 നമ്മുടെ ഒരു ഇത്ര പെർസെൻറ്റേജിൽ നമുക്ക് എന്തായിരിക്കും 85 to 90% നിങ്ങൾക്ക് സിലബസിലുള്ള ക്വസ്റ്റൻസ് തന്നെ ആയിരിക്കും വരിക. 10 to 15 മാത്രമേ എന്ത് വരുള്ളൂ, ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് പെരിഫറൽ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്താണ് സിലബസിൻ്റെ ഉള്ളിൽ നമ്മുടെ സബ് ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ നിങ്ങൾക്ക് വരുള്ളൂ. ആൻഡ് പിന്നെ നമുക്ക് വരാൻ പറ്റുന്നത് ക്യാൻസൽഡ് ക്വസ്റ്റൻസ് വരാം. നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത ശേഷമായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് ഇത്ര ക്വസ്റ്റൻസ് ക്യാൻസൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ 7 ക്വസ്റ്റൻസോളം നമ്മുടെ കഴിഞ്ഞ എക്സാമിൽ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റൻസ് ആണ്. അപ്പം എക്സാം കഴിഞ്ഞ ശേഷം അവർ എന്ത് ചെയ്തു, ഒരു 7 ക്വസ്റ്റൻസോളം അവർ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിലബസിലുള്ള അല്ലാത്ത ടോപ്പിക്സ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, മാക്സിമം ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാം മാക്സിമം കവർ ചെയ്ത് തന്നെ പോകണം. പിന്നെ പറയേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മാക്സിമം നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, സിലബസിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. കാരണം നമ്മുടെ ഈ പറയുന്ന പോലെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നമ്മുടെ സിലബസ് നമ്മളിപ്പോൾ മുന്നോട്ട് നമുക്ക് ഇനി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ സിലബസിനകത്ത് കുറച്ച് ഇന്ന ടോപ്പിക്സ് വരും. ഇന്ന ടോപ്പിക്സിലോട്ട് നിങ്ങൾ ആദ്യമേ പോകാതെ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന ടോപ്പിക്സിലുള്ള ക്വസ്റ്റൻസും വരും. ഞാനിപ്പോൾ പറഞ്ഞ 10 to 50% നമുക്ക് അങ്ങനെയും വരാം. ഇന്ന ടോപ്പിക്സിലോട്ട് നിങ്ങൾ ആദ്യമേ പോവാതെ നിങ്ങൾ സിലബസിലുള്ളത് മാക്സിമം എന്ത് ചെയ്യണം, കവർ ചെയ്ത ശേഷം മാത്രം ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീവിയസ് സെക്ഷനിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് സിലബസ് വന്നിലുള്ള ഈ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുറേ തവണ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തോട്ടുള്ള ഡീപ്പ് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ പറ്റും. മീൻസ് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ ആ ഒരു ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു കവറേജ് നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യാനും പറ്റുന്നു. പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എക്സാം പാറ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് DC ജനറേറ്റർ എന്ന് പറയുന്നത്. DC ജനറേറ്റർ നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം റിപ്പീറ്റഡ്ലി ഈ പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ KWA ഓപ്പറേറ്ററിൻ്റെ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് DC ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ DC ജനറേറ്റർ എന്ത് വന്നിരുന്നാലും എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം അത് കവർ ചെയ്യണം. റിപ്പീറ്റഡ് ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പീറ്റഡ് ടോപ്പിക്സ് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ സെക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിലേ പറ്റുള്ളൂ. ഇനി അടുത്ത പറയാൻ പറ്റില്ല ഹയർ സ്കോറിംഗ് ഏരിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് സ്കോറിംഗ് കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷൻ സ്കോറിംഗ് കൂടുതലാണ്. അപ്പോൾ എന്താണ്, ബേസിക് ഇലക്ട്രിസിറ്റിയും അതുപോലെ AC മെഷീൻസും, ഇത് രണ്ടും എന്താണ് സ്കോറിംഗ് കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷനാണ് ഈ പറഞ്ഞ ബേസിക് ഇലക്ട്രിസിറ്റിയും AC മെഷീൻസ്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചതായതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്, ഇല്ലാതിരിക്കില്ല. നമുക്ക് മാറ്റം വരാൻ ചാൻസ് കുറവാണ്. അത് ചോദിക്കും. എന്നിട്ട് ബാക്കിയുള്ള സെക്ഷൻസ് ചോദിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ആണിത് DC ജനറേറ്റർ. അതുപോലെ നമുക്ക് സ്കോറിംഗ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ സെക്ഷനാണ് ബേസിക് ഇലക്ട്രിസിറ്റിയും അതുപോലെ AC മെഷീൻസ് തന്നെയാണ്. ഇനി
അടുത്ത വരുന്ന നമുക്ക് ഇതിന്റെ സിലബസിലൂടെ നമുക്കൊന്ന് കടന്നു നോക്കാം. ജസ്റ്റ് ആ ഒരു എന്തൊക്കെയാണ് ആ ഒരു സിലബസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ, എന്തൊക്കെയായിരിക്കാം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 മാർക്കിനാണ് ഇവിടെ ചോദിക്കുന്നത്. 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററീസിന്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് 15 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 7-8 മാർക്കിന് എന്ത് വന്നാലും ഈ പറയുന്ന ബാറ്ററിയുടെ സെക്ഷൻസിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കവർ ചെയ്ത് പോവാം. അതിനുശേഷം നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി, അതുപോലെ ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾസ്, പിന്നെ ഗ്രൗണ്ട് കണക്ഷൻസ്, ഓംസ് ലോ, ഇങ്ങനെയുള്ള പവർ എനർജി, ഈ പറയുന്ന പവറും എനർജിയുടെ സെക്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാൽക്കുലേഷൻ വൈസ് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ഫസ്റ്റ് നിങ്ങൾ 15 മാർക്കിന് ചോദിക്കുന്നതോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു 7-8 ക്വസ്റ്റൻസ് എന്ത് വന്നിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി സെക്ഷൻസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതിനുശേഷമായിരിക്കും ബാക്കി ഇത് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതും അതുപോലെ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ പറഞ്ഞ നല്ല രീതിയിൽ തന്നെ തറവായിട്ട് തന്നെ പഠിച്ച് പോവുക. ഇനി അടുത്ത വരുന്നത് നമുക്ക് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2-ൽ വരുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക്സും ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ചോദിക്കുന്ന മാർക്ക് എന്ന് പറയുമ്പോൾ 5 മാർക്കിനാണ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാം. ഈ സെക്ഷൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഒരു 5 ക്വസ്റ്റൻസ് ആയിരിക്കും വരിക. 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 ക്വസ്റ്റൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് 5 നമ്മൾ നോക്കുമ്പോൾ ഒരു ഇത്രയും സെക്ഷൻ 5 മാർക്കിനെ ചോദിക്കുള്ളൂ എന്നായിരിക്കും. പക്ഷെ ഇതിൻ്റെ എന്തായിരിക്കും, ചിലപ്പോൾ സബ് ടോപ്പിക്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഈ സെക്ഷൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സിലബസ് വൈസ് ഈ പറഞ്ഞ പോലെ ആ ഒരു മാനുവൽ വെച്ചിട്ട് നമ്മൾ പഠിച്ച ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ സെക്ഷനിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതും എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണോ എന്ന് നോക്കണം. അതും എന്ത് ചെയ്യണം, അതുപോലെ തറവായിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ പറയുന്നത് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ് വരുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് വരുന്നത് നമുക്ക് 3ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. അത് നമുക്ക് 5 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5 മാർക്കിന് എന്താണ്, AC വോൾട്ടേജിന്റെ AC സെക്ഷനാണ്, ജനറേഷൻ ഓഫ് AC വോൾട്ടേജാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ, എന്താണ് നമ്മുടെ AC സെക്ഷൻസിൽ നിന്ന് വരുന്നിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ AC വോൾട്ടേജിന്റെ സെക്ഷൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറയുന്ന AC സെക്ഷൻ, AC വോൾട്ടേജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഞാൻ നേരത്തെ നമ്മുടെ AC ജനറേറ്ററിനകത്ത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന സെക്ഷൻ തന്നെയാണ് ഈ പറയുന്ന 5 മാർക്സിന് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് മൊഡ്യൂൾ 4 എന്നാണ് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് നമുക്ക് എന്താണ് 5 മാർക്കിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് എന്താണ് മെഷറിങ്ങിൻ്റെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാൽക്കുലേഷൻ വൈസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. 5 മാർക്കിനൊക്കെ 5 മാർക്കിനകത്ത് ചോദിക്കണമെന്നില്ല. അതിലൊരു 1-2 ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്താണ് കാൽക്കുലേഷൻസ് വൈസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഇതൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മുടെ ആ ഒരു മെഷർമെന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം, നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്ത വരുന്ന മൊഡ്യൂൾ 5 ആണ്. സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ലാണ്. ഇത് നമുക്ക് എന്താണ് 5 മാർക്സിന് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി റിക്വയർമെന്റ്സ് ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ തിയറി ബേസ് ആയിരിക്കും ചോദിക്കുക. അതുപോലെ ചിലപ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ ലെവൽ ക്വസ്റ്റൻസ് ചിലപ്പോൾ 1-2 ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൻ പവർ റിക്വയർമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കാൽക്കുലേഷൻ വൈസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത വരുന്നത് നമുക്ക് 4ാമത്തെ മൊഡ്യൂളാണ് വയറിംഗ് ആക്സസറീസ് വരുന്നത്. അത് നമുക്ക് എന്താണ് 5 മാർക്കിനാണ് ഈ പറയുന്ന വയറിംഗ് ആക്സസറീസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേരിയസ് വയറിംഗ് ആക്സസറീസിന്റെ സിസ്റ്റംസും അതുപോലെ അതിനകത്ത് വരുന്ന നമുക്ക് 5 മാർക്സിന് വരാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഈ സെക്ഷൻസിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സിലബസ് ഫുൾ അത് കവർ ചെയ്യുക. മൊഡ്യൂൾ 4 നമ്മൾ 6 കവർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കണം, റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അതിനകത്ത് നിന്ന് വരുന്നുണ്ടോ നോക്കണം. അതിനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. OMR അതുപോലെ തന്നെ എക്സാമിന് എഴുതുന്ന പോലെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്ത വരുന്നത് നമുക്ക് 7ാമത്തെ നമ്മുടെ മൊഡ്യൂളാണ്. അതിൽ DC മെഷീൻസ് ആണ് വരുന്നത്. DC മെഷീൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് സ്കോറിംഗ് ലെവൽ കൂട്ടാൻ പറ്റുന്ന സെക്ഷനാണ് ഈ പറഞ്ഞ DC മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ DC ജനറേറ്റർ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് അല്ലേ. DC ജനറേറ്ററിൽ വരുമ്പോഴത്തേക്കും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് തന്നെയാണ് ഇതിനകത്ത്. ഇത് വരുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. റിപ്പീറ്റിംഗ് ആയിട്ട് നമുക്ക് പ്രീവിയസ്ലി നമുക്ക് റിപ്പീറ്റഡിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ കവർ ചെയ്ത് തന്നെ പോകണം. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് നമ്മുടെ DC ജനറേറ്ററിൻ്റെ ഈ ഒരു സെക്ഷൻ, അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും തിയറി ആയിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു EMF ഇക്വേഷൻ ഒക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് നമുക്ക് ഒരു 10-15% നേരത്തെ പറഞ്ഞത് ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ചോദിക്കുന്ന പോലെ DC ജനറേറ്ററിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാം. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ട്.
ഇനി അതുപോലെ നമുക്ക് DC മോട്ടറും അത് തന്നെയാണ് എന്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെ. അപ്പം DC ജനറേറ്റർ നമുക്ക് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ്ലി നമുക്ക് ചോദിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ DC ജനറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് AC മെഷീൻസ് ആണ്. AC മെഷീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് 5 മാർക്സിന് തന്നെയാണ് വരുന്നത് അതും. പക്ഷേ എന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ AC മെഷീൻസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എങ്ങനെയായിരുന്നു ബേസിക് ഇലക്ട്രിസിറ്റി അതുപോലെ AC മെഷീൻസ് എന്താണ് സ്കോറിംഗ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് സ്കോറിംഗ് കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ AC മെഷീൻ. നമുക്ക് ഇത് ഇത്ര എന്തായിരിക്കും സ്കോർ ചെയ്യാൻ നമുക്ക് മാക്സിമം ഈ പറഞ്ഞ 5 മാർക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സെക്ഷനാണ് ഈ പറഞ്ഞ AC മെഷീൻസ്. ഇതിന്റെ ട്രാൻസ്ഫോമറും നമ്മുടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും ഇതൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എന്താണ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. അവരത് എക്സാമിന് പഠിച്ചിട്ടുള്ളതാണ്. മീൻസ് അവർ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മുടെ PSCക്ക് നമുക്ക് ചോദിക്കുന്നത് അത് തന്നെയായിരിക്കും. നമ്മുടെ 3 ഫേസിന്റെ മോട്ടറും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിംഗിൾ ഫേസ് മോട്ടറും യൂണിവേഴ്സൽ മോട്ടറും AC സീരീസ് മോട്ടറും ഇതൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ തന്നെയാണ്. ഇനി അടുത്ത വരുന്നത് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്താണ് നമ്പർ സിസ്റ്റംസ് ഒക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 5 മാർക്സിന് തന്നെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ലോജിക്കൽ ഗേറ്റ്, ആൻഡ്, ഓർ, നോട്ട്, ആൻഡ്, നോർ ഇതൊക്കെ എന്തായിരിക്കും മോർഗൻസ് തിയറം ഇതെല്ലാം നമുക്ക് എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഇതിനും എന്താണ് 5 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് 10ാമത്തെ നമ്മുടെ അവസാനത്തെ മൊഡ്യൂളിൽ വരുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഇത് നമുക്ക് 5 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. അതിലിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് തന്നെയാണ് DC പവർ സപ്ലൈ റെഗുലേറ്റർ എന്നും ബാറ്ററി ചാർജറും നമ്മുടെ UPSും ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയർ നമ്മുടെ വിത്തും വിത്തൗട്ട് ഫിൽറ്റേഴ്സ് നമ്മുടെ ഇതെന്താണ് ഇലക്ട്രിക്കൽ സെക്ഷൻസിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു സെക്ഷനാണ്. നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അതുപോലെ പവർ ഇലക്ട്രോണിക്സ് ഒക്കെ ഇലക്ട്രോണിക് സെക്ഷൻസിൽ നിന്ന് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെ അത് അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ ആ ഒരു റെക്ടിഫയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഗ്രാഫൊക്കെ വെച്ച് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത വരെ നമുക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈം ലൈൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടൈം ലൈനിൽ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ നോർമലി നമുക്ക് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി റിലീസാണ് അല്ലേ. നമുക്ക് ഫെബ്രുവരി 4 വരെ നമ്മുടെ ആ ഒരു എക്സാം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ പീരീഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 31/12/25 തൊട്ട് 4/2/2025 വരെയാണ് ഇതിൻ്റെ നോർമലി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ടിപ്പിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ നമുക്കൊരു 30 ദിവസം മാത്രമേ കയ്യിലുള്ളൂ. ഇതിന് ശേഷം നമുക്കൊരു മെയ് ജൂലൈയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്കിപ്പം PSCയുടെ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ആ എക്സാം നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺഫർമേഷൻ ടൈം വരുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും മെയ് ജൂലൈ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത് കൺഫർമേഷൻ വരുന്നത്. കാരണം നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറോടെ നമുക്ക് എന്തായിരിക്കും എക്സാം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ഓഗസ്റ്റിൽ എന്ത് വന്നാലും നമുക്കൊരു എക്സാം നടത്തിയിരിക്കും അവർ. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും നടത്താൻ പറ്റിയില്ലെങ്കിലും എന്തായിരിക്കും ഓഗസ്റ്റിൽ എന്ത് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് എന്തായിരിക്കും അവർ നടത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിൽ എക്സാം നടത്തണമെങ്കിൽ മെയ് തൊട്ട് ജൂലൈ വരെ എന്തായിരിക്കും അവർ പറയുന്നത് കൺഫർമേഷൻ ആയിരിക്കും പറയാം. അതിനുശേഷം നമുക്ക് എക്സാമിൻ്റെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടുക അല്ലേ. എന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു മന്തിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം ഏകദേശം നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ റിലീസായി നമുക്കൊരു 7 മാസം അടുപ്പിച്ചായിരിക്കും നമുക്ക് എന്ത് വരുന്നത് എക്സാം നമുക്ക് വരുന്നത്. അപ്പോൾ 30-ാം തീയതി 30/12 നമുക്ക് റിലീസ് ആയിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ. ഓഗസ്റ്റിൽ എക്സാം നമുക്ക് ഏകദേശം എന്തായാലും എന്താണ് ഒരു 7 മാസത്തോളം നമുക്ക് എന്താണ് നമുക്ക് കയ്യിലുണ്ട്. 7 മാസത്തോളം നമുക്ക് എന്താണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം നമുക്കുണ്ട്. 7 മാസമുണ്ട്. ഇനി അടുത്ത പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റഡി ബൈസ് സ്ട്രാറ്റജിയാണ്. നമുക്ക് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് ഇലക്ട്രിക്കലുണ്ട് അതുപോലെ മെക്കാനിക്കൽ സെക്ഷൻ വരുന്നുണ്ട് അല്ലേ. ഇത് രണ്ടിൽ ഉള്ള നമുക്ക് എന്താണ് ആ ഒരു നമ്മുടെ ആ ഒരു സെക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് പോവുക, നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ആ സിലബസ് ത്രൂ ആണെങ്കിലും ഈ പറഞ്ഞ സബ്ജക്ട് വൈസ് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ നോക്കണം അല്ലേ. ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ phase 1 വരുന്ന നമുക്ക് ഫൗണ്ടേഷൻ ആണ്. നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതിലായിരിക്കണം, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ആയിരിക്കണം. കാരണം നമുക്ക് ഏതിൻ്റെ ആയിരുന്നാലും നമുക്ക് അടിസ്ഥാനം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഡീപ്പായിട്ട് ഒരുപാട് ഡീപ്പ് എന്നല്ല എന്നിരുന്നാലും ഡെപ്ത് ആയിട്ട് നമുക്ക് പഠിച്ച് ഓരോ സെക്ഷൻസും പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ട് വരുന്നത് നമുക്ക് എന്താണ് ബേസിക്സിൽ നിന്ന് തന്നെ എപ്പോഴും എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം. മീൻസ് ഈ പറഞ്ഞ നമ്മുടെ നമുക്ക് സ്കോറിംഗ് കൂടുതൽ വരുന്നത് ഏതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ബേസിക് ഇലക്ട്രിസിറ്റിയും അതുപോലെ AC ജനറേറ്റർ എന്നൊക്കെ നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് സ്കോറിംഗ് കൂടുതൽ സെക്ഷൻ വരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിസം അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ഇതെല്ലാം എന്താണ് ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫൗണ്ടേഷൻസ് ഫസ്റ്റ് കൊടുത്ത് തുടങ്ങിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചു പോകാനായിട്ട്. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ഫേസിൽ വരുന്നതാണ് അതിൽ വരുന്ന കോർ സബ്ജക്ട്സ് ആണ്. കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വെയിറ്റേജ് കൂടിയായിട്ടുള്ള ഏരിയാസ്, മീൻസ് നമുക്ക് മാർക്സ് കൂടുതൽ കിട്ടുന്ന ഏരിയ. നമ്മുടെ എന്താണ് വെയിറ്റേജ്
എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ മാർക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മുടെ ബേസിക്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽസ് നമുക്ക് തറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഫേസിലോട്ട് ഏതിലോട്ട് വേണം, അടുത്ത സ്റ്റെപ്പ് എന്തിലോട്ടായിരിക്കണം, ഈ പറഞ്ഞ കോർ സബ്ജക്ട്സ് ആയിരിക്കണം. കോർ സബ്ജക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെയിറ്റേജ് ഏരിയ കൂടുതലുള്ള സെക്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത്. ഇനി അതിനകത്ത് വരുന്നത് നമുക്ക് എന്താണ്, AC മെഷീൻസും അതുപോലെ DC മെഷീൻസ് ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇതെല്ലാം എന്താണ് നമ്മുടെ കോർ സബ്ജക്ട്സിന് വരുന്ന ഒരു സെക്ഷൻസ് ആണ്. മീൻസ് നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ DC മെഷീൻസ് നമുക്ക് എന്തായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ്. അതുപോലെ AC മെഷീൻസിൽ നമുക്ക് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത് വെയിറ്റേജ് കൂടുതലാണ്. അപ്പം ഇത് രണ്ടും എന്താണ് നമ്മുടെ ബേസിക്കിന് ശേഷം വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് മെയിൻ ആയിട്ടുള്ള കോർ സെക്ഷനാണ് ഇതിൽ വരുന്നത്, ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ഇതിനകത്ത് വരണം. അപ്പോൾ അതും എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ റെക്കമെൻഡ് ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ NIMI ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ ഇതിൽ വരുന്ന ടെക്സ്റ്റ് ബുക്സ് നമുക്കിപ്പോൾ നമ്മുടെ KWA ഓപ്പറേറ്ററിൽ പഠിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ 2 ടെക്സ്റ്റ് ബുക്ക് കൂടി പറയുന്നുണ്ട്. നമ്മുടെ എന്താണ് മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ്റെ ഒരു ഇതും പറയുന്നുണ്ട്. പിന്നെ അടുത്ത വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസസ് പറയുന്നുണ്ട്. അതിനകത്ത് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി ഉണ്ട്, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി. അപ്പം ഇത് രണ്ടും എന്താണ് ഇലക്ട്രിക്കലും അതുപോലെ മെക്കും, നമുക്ക് 2 സെക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് അവിടെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നമുക്ക് ശരിക്കും നമുക്ക് ഇതിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുന്ന പോലെ നമ്മൾ സക്സസീവ്ലി നമുക്ക് ഇതിലോട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇടനേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്തെങ്കിലും ഒരു 6 to 8 hours നിങ്ങൾ മെയിനായിട്ട് ഈ പറയുന്ന റെഗുലറായിട്ട് റിവൈസ് ചെയ്യേണ്ടുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ റിവിഷൻ സൈക്കിളിലോട്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. ഒരു 6 to 8 hours നിങ്ങൾ മാക്സിമം ഇത് തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ പഠിച്ചു, സെക്കൻഡ് ഡേ നിങ്ങൾ അതിനെ റിവൈസ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ അടുത്ത സെക്ഷൻ പഠിക്കാം. എങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡെയിലി പഠിക്കുന്നതെല്ലാം നമുക്ക് അത് സേവ് ചെയ്ത് മീൻസ് മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സെക്ഷൻ നിങ്ങൾ നോട്ടിച്ച് നോക്കുന്ന ഒരു സമയം എല്ലാവർക്കും എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ വേർഡ് വൈസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6 to 8 hours വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്ത് പോകണം. കാരണം പ്രീവിയസ്ലി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ്ലി മിക്കപ്പോഴും ചോദിക്കുന്ന ചില സെക്ഷൻസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും അതുപോലെ അവൈലബിൾ ആണ്. മീൻസ് ആ ഒരു സെക്ഷൻസ് കൊണ്ട് പ്രീവിയസ്ലി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ പോകാൻ വേണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OMR ഷീറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പോകണം. മീൻസ് പഠിച്ച ശേഷം അത് തന്നെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഒരു രീതി, കാരണം ആദ്യമായിട്ട് എഴുതുന്നവരും കാണും, ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവരും കാണും, അല്ലാതെ ഒരുപാട് തവണ എഴുതുന്നവരും കാണും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, നിങ്ങൾ എക്സാം എഴുതുന്നവർ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റും അതുപോലെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെത്താനെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഓരോ സെക്ഷൻസിനും മീൻസ് ഓരോ പോസ്റ്റിനും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന PSC നോട്ടിഫിക്കേഷൻസിലുള്ള ഓരോ പോസ്റ്റിനും നമ്മുടെ ഇവിടുന്ന് നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്മുടെ ആ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നമ്മുടെ കമന്റ് ലിങ്കിൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റിന്റെ ഫോം കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഗൂഗിൾ ഫോം അതിൻ്റെ ഫോം കൊടുത്തേക്കാം. ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാം തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇപ്പം ആ റെക്കോർഡ് ക്ലാസ്സസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് എല്ലാം മാക്സിമം ഡൗട്ട്സ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ എന്താണ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്ന രീതിക്ക് തന്നെ ആയിരിക്കും അത് പോകുന്നത്. ഇനി അടുത്ത വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് സ്റ്റഡി റിസോഴ്സസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പം എന്താണ് ഈ മെക്കാനിക്കൽ സെക്ഷനിൽ വരുന്ന നമ്മുടെ ആ ഒരു എന്താണ് ഇപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ സിലബസ് നമ്മളിപ്പോൾ നോക്കിയത്. മെക്കാനിക്കലിൽ വരുമ്പോഴത്തേക്കും ആ ഒരു സിലബസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് മൊഡ്യൂൾ 1 അതിൽ വരുന്ന നമ്മുടെ പമ്പ് ആൻഡ് ഫാസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് 10 മാർക്സിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അതിനകത്ത് നമുക്കൊരു 10 മാർക്കിന് എന്ത് വന്നിരുന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പമ്പിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, അതുപോലെ ലീഡിംഗ് മാനുഫാക്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ പമ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സെക്ഷൻസ് നമുക്ക് സബ് ടോപ്പിക്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അല്ലേ, ഇനി അതുപോലെ നമുക്ക് അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും, അതുപോലെ അതിൻ്റെ പ്രൊസീജിയർ, നമുക്ക് റീകണ്ടീഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ പമ്പിങ്ങിൻ്റെ ഇൻസ്റ്റലേഷനും അതുപോലെ റീകണ്ടീഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പിന്നെ അതുപോലെ ഷീറ്റ് മെറ്റൽസ്, പല ടൈപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽസ് ഉണ്ടാവുന്നു,
അപ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ മെറ്റൽ ഷീറ്റ്സും മറ്റേ ഓപ്പറേഷൻസും അതുപോലെ ഡ്രോയിങ് എന്താണ് സ്ക്വീൻസിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ മെക്കാനിക്കൽ സെക്ഷനിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ സിലബസ് എടുത്തത്, പിന്നെ നമുക്ക് മെക്കാനിക്കലിൽ വരുന്ന ഈ ഒരു സെക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്ത് തന്നെയാണ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് നമുക്ക് IC എഞ്ചിൻസ് ആണ്. ഇത് നമുക്ക് എന്താണ് 10 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചാൻസ് ഉള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ IC എഞ്ചിൻസിൽ പറയുന്നത്. IC എഞ്ചിൻസിലാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ വരുന്നുണ്ട്, ഇഗ്നീഷൻ എഞ്ചിന്, അതുപോലെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ. ഇതൊക്കെ നിങ്ങൾ എന്താ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെക്കിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുള്ളവർക്കൊക്കെ അത് ഈ പറഞ്ഞ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓരോ സെക്ഷൻസും ഈ പറയുന്ന ഓരോ മൊഡ്യൂൾസിൽ വരുന്ന ഓരോ സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് തന്നെ പോകണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിങ്, അതുപോലെ സ്റ്റോപ്പിംഗ് മെത്തേഡ്സ്, ഡീസൽ എഞ്ചിൻ്റെ സെക്ഷന്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം കവർ ചെയ്ത് പോകുന്ന രീതിക്ക് തന്നെ പോവുക. ഇനി അടുത്ത വരുന്നത് നമുക്ക് മൊഡ്യൂൾ 3 ആണ് വരുന്നത്. മൊഡ്യൂൾ 3ൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിസിറ്റിയുടെ സെക്ഷനാണ് വരുന്നത്. ബേസിക് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10 മാർക്സിന് തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. 10 മാർക്സിനുള്ള ഇലക്ട്രിക്കൽ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ സെക്ഷനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്, 10 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അതിലെന്തിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ബേസിക് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് എന്താണ് ഹൈ സ്കോറിംഗ് സെക്ഷനാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാറ്ററീസും അതുപോലെ സെൽസും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ബാറ്ററീസിൻ്റെ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷൻ തന്നെയാണ് ബാറ്ററീസിൻ്റെത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ എന്ത് തന്നെയാണ് ഹൈ സ്കോറിംഗ് സെക്ഷനാണ്. നമുക്ക് ഇവിടെ സ്കോറിംഗ് കൂടുതലാണ്, കാരണം ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ്റെ ബേസിക് കാൽക്കുലേഷൻ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പവറും എനർജിയും അതുപോലെ ഓംമീറ്റർ, അതുപോലെ ഈ പറയുന്ന പോലെ വോൾട്ട്മീറ്റർ അമ്മീറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സർക്യൂട്ട് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത വരുന്നത് നമുക്ക് മൊഡ്യൂൾ 4 ആണ്, പവർ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിനകത്ത് ചോദിക്കുന്ന 10 മാർക്കിനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിലും എന്ത് ചെയ്യണം, നമുക്ക് 1 by 1 ആയിട്ട് ആ സിലബസ് എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ സിലബസ് വൈസ് നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നേരത്തെയും പറയുന്ന പോലെ സിലബസ് ഫസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ എന്ത് പാറ്റേണിലാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം ഇപ്പോഴും നോട്ടിഫിക്കേഷൻസ് വന്ന് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സിലബസ് വൈസ് നിങ്ങൾ എങ്ങനെയായിരിക്കും നോക്കുക, പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി, അതോ സിലബസ് വൈസ് ത്രൂ തന്നെ നോക്കണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ 7 months നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ സിലബസ് വൈസ് ഫസ്റ്റ് നോക്കുക. എന്നിട്ട് അതുമായിട്ട് ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് തന്നെ പോകണം. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും വരുന്നുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഫ്ലൂയിഡ് വേവ്സ് ആണ്. ഫ്ലൂയിഡ് വേവ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 10 മാർക്കിനാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്. ഇതിൽ എന്ത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഗിയർ ബമ്പും ഇന്റർണലും എക്സ്റ്റേണലുള്ള ഗിയർ ബമ്പും, പിന്നെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സിന്റെ കേസും, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടറി പമ്പ്സും, ഇതെല്ലാം നമുക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. റോട്ടറി പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. പിന്നെ എന്താണ് നമുക്ക് റോട്ടറി പമ്പിന്റെ ഇൻസ്റ്റലേഷൻ, അതുപോലെ ഇതൊക്കെ എന്തായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തിയറി ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. നമുക്ക് 10 മാർക്കിന് ഈ പറയുന്ന സെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് വൈസ് നിങ്ങൾ നോക്കുക, അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓരോ സെക്ഷൻസിനും മീൻസ് ഈ പറഞ്ഞ പോലെ ഓരോ മൊഡ്യൂൾ വൈസ്, നമുക്ക് മൊഡ്യൂൾ വൈസ് എന്നല്ല, നമുക്ക് ഈ പറഞ്ഞ ഓരോ സെക്ഷൻസിൻ്റെയും ഓരോ പോസ്റ്റിൽ ഇടുന്നതിൻ്റെ ഒക്കെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. എക്സ്പേർട്ടൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നതും. നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന ഓരോ വീഡിയോസ് ഒക്കെ നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്ന നമുക്ക് ഇതിനകത്ത് എന്ത് തന്നെയാണ് ഈ പറഞ്ഞ മെക്കിന്റെ ലെവലിൽ നോക്കിയിരുന്നാലും നമ്മുടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എങ്ങനെ തന്നെയാണ് ഡിഫിക്കൽട്ടി ലെവൽ വരാം. കാരണം നമുക്ക് മോഡറേറ്റിൽ നിന്നും ഡിഫിക്കൽട്ട് ലെവലുണ്ട്. കാരണം വാട്ട് ഈസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കില്ല, പകരം എന്ത് ചോദിക്കും, ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ എന്താണ് വാട്ട് ഇസ് ഡയറക്റ്റ്ലി ചോദിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിക്കുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റൻസ് ടൈപ്പ് എങ്ങനെയായിരിക്കും വരിക, ഒരു 75 to 80% വരെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഒരു 75 to 80 വരെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഞാൻ ഉദ്ദേശിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ ഇലക്ട്രിക്കലിന്റെ സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിൽ ആ ഒരു തിയറി വൈസ് നമ്മുടെ സിലബസ് വൈസ് ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ചോദിക്കാം. ആൻഡ് നമുക്ക് അതിന്റെ ബാക്കിയുള്ള 20 to 25% വരെ നമ്മൾ എന്തായിരിക്കും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിക്കുള്ള ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം
ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻ തന്നെയാണ്. പിന്നെ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ന്യൂമറിക്കൽ അല്ലെങ്കിൽ നമ്മുടെ തിയറി വൈസസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അതപ്പോൾ അതിൽ നമുക്ക് എന്താണ് നമുക്കൊരു 5% നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി ഒരു 95% എന്തിനായിരിക്കും ഈ പറഞ്ഞ തിയറി ബേസ്ഡ് ക്വസ്റ്റൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ 5% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ സെക്ഷനിൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം 5% വരുന്ന നമ്മുടെ പ്രോബ്ലം വൈസ് ക്വസ്റ്റൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പറയുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം കവർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ബാക്കി താഴോട്ടുള്ളൊക്കെ ഓൾമോസ്റ്റ് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അറിയാവുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോയ ശേഷം എന്ത് ചെയ്യണം, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പം ഫസ്റ്റ് ഒരു ടൈം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും 2 3 തവണ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഓപ്ഷൻസിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ കറക്കി കുത്തുന്നത് മാക്സിമം എന്ത് ചെയ്യണം, എല്ലാവരും അവോയ്ഡ് ചെയ്യുക. കാരണം കറക്കി കുത്തി കഴിഞ്ഞ് നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ നെഗറ്റീവ് മാർക്സ് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയായ ഉത്തരം പോലും പിന്നെ എന്ത് വരും, അത് കട്ട് ഓഫ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന പോലെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ കറക്കി കുത്തുന്നത് മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വരുന്ന ഒരു സെക്ഷനാണ് നമുക്ക് എന്താണ് ഇത്രയാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് എക്സാം പാറ്റേൺ, ഈ പറഞ്ഞ പോലെ എക്സാം പാറ്റേൺസ് വരുന്നത് റിപ്പീറ്റിംഗ് ക്വസ്റ്റൻസ് നമുക്ക് വരാം. ബേസിക് ഇലക്ട്രിസിറ്റിയും അതുപോലെ എഞ്ചിൻസ് പോലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ ഹൈ സ്കോറിംഗ് ഏരിയാസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സിലബസിനകത്ത് വരുന്ന പമ്പ്, അതുപോലെ മോട്ടോഴ്സ്, എഞ്ചിൻസ് എല്ലാം എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹൈ സ്കോറിംഗ് ആണ്. ഹൈ സ്കോറിംഗ് ഏരിയസ് നമ്മുടെ പമ്പിങ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ പോലെ എന്താണ് പമ്പിങ് വരുന്നില്ലേ, പമ്പിങ് ഒക്കെ എന്താണ് ഇവിടെയൊക്കെ നമുക്ക് ഹൈ സ്കോറിംഗ് ഏരിയാസ് വരുന്നതാണ്. നമുക്ക് മാക്സിമം സ്കോറിംഗ് ഏരിയ ഇവിടെ നിന്ന് വരും, ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്കോറിംഗ് ഏരിയ എന്ത് തന്നെയാണ് ഇവിടെ നിന്ന് കുറച്ച് കൂടുതലുള്ള സെക്ഷൻ തന്നെയാണ് പറഞ്ഞ പോലെ സ്കോറിംഗ് ഏരിയ ഇവിടെ തന്നെ വരുന്നത്. പമ്പിങ്ങും അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മോട്ടറും അതുപോലെ എഞ്ചിൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് സ്കോറിംഗ് ഏരിയ മാക്സിമം സ്കോറിംഗ് കൂടുതൽ കിട്ടുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് പമ്പും മോട്ടറും എഞ്ചിൻസ് എല്ലാം വരുന്നത്. ഇനി പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് എന്തിനാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ബുക്സ് ഉണ്ട്, അതുപോലെ MMBയുടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതിനകത്ത് വരുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിഫറൻസ് എടുക്കുന്ന ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തായിരിക്കണം, ഒരു ഡെയിലി നിങ്ങൾ ഒരു 6 to 8 hours തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ പറയുന്ന ഓരോ സെക്ഷൻസ് നിങ്ങൾ കവർ ചെയ്ത് തന്നെ പോകണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിലുള്ള നിങ്ങളുടെ ആ ഒരു ക്രാമിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവോയ്ഡ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മീൻസ് മാക്സിമം അത് കുറയ്ക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സെക്ഷൻസും ഡെയിലി ഒരു 6 to 8 hours നിങ്ങൾ കവർ ചെയ്ത് തന്നെ പോകണം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും കവർ ചെയ്യണം. എങ്കിൽ നമുക്കത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ നമുക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആൻഡ് നമുക്കിപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഓരോ പോസ്റ്റിനും നമുക്ക് എന്താണ്, നമുക്ക് ബാച്ചസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രീമിയം ബാച്ചും അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാച്ചസ് നമുക്ക് 2 ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നു, നമ്മുടെ മുന്നേ പ്രീവിയസ് സെക്ഷൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ലൈവ് ക്ലാസ്സസ് അല്ല, നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ പറയുന്ന ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളത് ഷെയർ ചെയ്ത് തരും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ലൈൻ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് 2 ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് പ്രീമിയം ബാച്ചും അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പ്രീമിയം ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് 2 ബാച്ച് ഉണ്ടല്ലോ. അപ്പോൾ 2 ബാച്ചിലും നമുക്ക് എന്താണ് പ്രീമിയം ബാച്ചാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് നമുക്ക് വീക്കിലി എന്തായിരിക്കും 3 ദിവസമായിരിക്കും വരിക. വീക്കിലി നമുക്ക് 3 days വരുന്ന രീതിക്കാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രീമിയം ബാച്ച് ആണെന്നുണ്ടെങ്കിൽ 3 days ആയിരിക്കും നമുക്ക് വരിക, പെർ വീക്ക് ആയിരിക്കും വരിക. നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് തന്നെയാണ്. നമുക്ക് 3 ദിവസം തന്നെയാണ് വീക്കിലി നമുക്ക് 3 ദിവസം വരും ലൈവ് ക്ലാസ്സസ് ആയിട്ട് വരും. അതുപോലെ കംപ്ലീറ്റ് നമ്മുടെ എക്സാം ലെവലിലുള്ള എല്ലാ കോൺസെപ്റ്റും മീൻസ് കംപ്ലീറ്റ് ആ സിലബസ് കവറേജ് ചെയ്യുന്ന രീതിക്ക് തന്നെയായിരിക്കും നമുക്ക് ക്ലാസ് പോകുന്നത്. വിത്തൗട്ട് എന്താണ് ഒരു സെക്ഷൻ പോലും അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പോലും തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അത് വിട്ട് കളയാതെ എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് പോകുന്നത്.
പിന്നെ അതുപോലെ അഡ്വാൻസ്ഡ് പ്രോബ്ലം ആയിട്ടുള്ള സോൾവിങ് മീൻസ് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു 10 to 15% ഒക്കെ നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്തായിരിക്കും ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സ് ഒക്കെ തന്നുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആൻഡ് പേഴ്സണൽ മെന്ററിങ് അതുപോലെ ഡെഡിക്കേറ്റഡ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്താണ് പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേഴ്സണലി അതുപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ട്സ് ഒക്കെ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോകാൻ പറ്റുന്ന സെഷനാണ്. പിന്നെ പറയുന്നത് എക്സ്ട്രാ റിവിഷൻ ക്ലാസ്സും അതുപോലെ ഫുൾ ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഫസ്റ്റ് സിലബസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് അങ്ങനെയാണ് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് സീരീസാണ് വരുന്നത്. ടെസ്റ്റ് സീരീസിനകത്ത് നമുക്കിപ്പോൾ എന്താണ് റിവിഷൻ ക്ലാസ്സും എക്സ്ട്രാ റിവിഷനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുൾ ടെസ്റ്റ് സീരീസ് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ അവൈലബിൾ തന്നെയാണ്. പിന്നെ പറയുന്നത് നമ്മൾ അതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഈ പറയുന്ന പ്രീമിയം ബാച്ചിന് നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്സും അവൈലബിൾ തന്നെയാണ്. മീൻസ് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് പ്രീമിയം ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പ്രയോറിറ്റി സപ്പോർട്ടും അതുപോലെ നമ്മുടെ പെർഫോമൻസ് ട്രാക്കിങ്ങും അതുപോലെ വരുന്നത്. മീൻസ് പ്രയോറിറ്റി വൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സപ്പോർട്ടും അതുപോലെ കൊടുക്കുന്നു. അതുപോലെ ഓരോ കാൻഡിഡേറ്റ്സിന്റെയും നമ്മുടെ പെർഫോമൻസ് നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുന്നു ബിൽഡപ്പ് ചെയ്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ മാക്സിമം എല്ലാ സപ്പോർട്ടും തരുന്ന രീതിക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ആ ക്ലാസ്സിന്റെ എൻക്വയറീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുന്ന വേറൊന്നുമല്ല, സീരിയസ് ആയിട്ട് അതുപോലെ റാങ്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് റാങ്ക് ഫോക്കസ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം. ഇനി അടുത്ത വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ബാച്ച് നമുക്ക് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് ക്ലാസ്സസ് വരുന്നില്ല. പ്രീമിയം ബാച്ചിന് മാത്രമേ നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് ലൈവ് ക്ലാസ് വരുന്നില്ല, പക്ഷേ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. അതിലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് എല്ലാം കവറേജ് ചെയ്യുന്ന രീതിക്ക് തന്നെയായിരിക്കും നമ്മൾ ആ സിലബസ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ സെക്ഷനും നമുക്ക് അതിൽ സ്ട്രോങ് കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും സെക്ഷൻസ് ഓരോന്നും കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസിലാണെങ്കിൽ പോലും നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അസൈൻമെന്റ്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പീരിയോഡിക് ആയിട്ട് വരുന്ന ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ വന്ന് ബേസിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ സിലബസ് ഒക്കെ കവർ ചെയ്യുന്നതിന്റെ മെറ്റീരിയൽസും അതുപോലെ ബേസിക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേണേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ബാച്ചിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സ് മീൻസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ഒക്കെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യമായിട്ട് എഴുതുന്ന എക്സാംസിനൊക്കെ എന്താണ് അവർക്കൊക്കെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ബാച്ച് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. മാക്സിമം നമ്മുടെ ഈ പറഞ്ഞ റെക്കോർഡ് വീഡിയോസും അതുപോലെ ലൈവ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ പറയുന്ന ലൈവ് ക്ലാസ്സസ് മാക്സിമം എടുക്കണം എന്നേ പറയുള്ളൂ. കാരണം ലൈവ്ലി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലേ ആക്കാതെ എന്താണ് അപ്പോഴേ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നു. അതുപോലെ പ്രീവിയസ് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അപ്പോഴപ്പോഴെല്ലാം എന്ത് ചെയ്യാം കവർ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക, നിങ്ങൾ എൻക്വയറി ചെയ്യുക. നമ്മൾ ഫുൾ സപ്പോർട്ട് നമ്മുടെ ടീം ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കൊണ്ടെത്തിക്കുന്ന രീതിക്ക് ഉള്ള ഫാക്കൾട്ടീസും ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ലൈവ് ക്ലാസ്സസിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നാലും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം, റെക്കോർഡ് ക്ലാസ്സസ് തന്നെ എടുക്കാം. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ്സും ടെസ്റ്റ് സീരീസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനൊക്കെ മാക്സിമം പ്രിപ്പയർ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഓൾസോ താങ്ക് യു.